കാത്തിരുന്ന ആ ദിവസം വന്നെത്തുമ്പോൾ തന്നെ അന്നത്തെ ആ ദിവസത്തിൽ സമയം ഒട്ടും തികയത്തില്ല എന്ന് പറയില്ല, അത് സത്യം കേട്ടോ. ഇനി ഏകദേശം ഒരു 4 മണിക്കൂറേ ഉള്ളൂ. അച്ഛൻ്റെ വീട്ടിൽ പോയിട്ട് വന്ന് ഉടനെ തന്നെ പെട്ടെന്ന് സമയം പോകുന്നത്. ഉച്ചക്കത്തേക്ക് ഫുഡൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല. വാങ്ങിയ മീൻ അതേപോലെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. കാരണം ഇനി അത് കട്ട് ചെയ്യണം, ക്ലീൻ ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് ഉച്ചക്കത്തേക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കുഞ്ഞെ സ്കൂളിൽ പോയി വിളിച്ച് അതുവഴി നേരെ എയർപോർട്ടിൽ പോകണം. അപ്പോഴത്തേക്കും കുറച്ച് മുണ്ടെല്ലാം അയൺ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിനീതണ്ട് അതെല്ലാം കിട്ടി. അപ്പോൾ ഇതെല്ലാം ഞാൻ അടുക്കി പറക്കാൻ നിന്നേനെ എനിക്ക് സമയം ഒട്ടും തികയത്തില്ല. അതുകൊണ്ട് എടുത്ത സാധനം അതേപോലെ ഞാൻ വെച്ചിട്ട് നേരെ കിച്ചണിലോട്ട് പോയി. കാരണം മീൻ കട്ട് ചെയ്യാൻ തന്നെ നല്ല സമയം എടുക്കും. അപ്പോൾ ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് കറിയോ ഫ്രൈയോ തോരൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് റെഡി ആവണം. ബാക്കിയൊക്കെ ഞാൻ വന്നിട്ട് നോക്കാമെന്നുള്ള രീതിയിലാട്ടോ നിൽക്കുന്നത്. ഇതിനിടയിലാട്ടോ ഒരു അബദ്ധം പറ്റിയത്. കാരണം ഞാൻ വീഡിയോ എടുത്തത് ക്യാമറയിലായതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ മോഡൊന്ന് മാറ്റാൻ മറന്നുപോയി. പിന്നെ മാത്രമല്ല അതിൻ്റെ റേഷ്യോ എല്ലാം കൂടെ ആയപ്പോൾ ഇങ്ങനെ ആട്ടോ എനിക്ക് വീഡിയോ കിട്ടിയത്. ഇതെനിക്ക് എപ്പോഴും പറ്റുന്നതാണ്. ഞാൻ നല്ലപോലെ ടെൻഷനിൽ നിൽക്കുമ്പോൾ അത് ഞാൻ ശ്രദ്ധിക്കാതെ വരുത്തി വെക്കുന്നത് ഓരോരോ പണികൾ. ഈ ക്യാമറയുടെ കാര്യത്തിൽ സംഭവിച്ചത് പിന്നെ ഞാൻ നോക്കാൻ നിന്നില്ല. മീനെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആദ്യം മീൻകറി വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ നോക്കാം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ തോരനും ഒഴിക്കാനും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. കാരണം പോയിട്ട് വന്നതിന് ശേഷം നടക്കത്തേ ഇല്ല. കാരണം എല്ലാവരും വന്നുകൊണ്ട് ഫുഡേക്ക് ഇരിക്കുമല്ലോ. അപ്പം കുക്കിങ്ങൊക്കെ നല്ലപോലെ ഒന്ന് കഴിഞ്ഞ് കിച്ചണിൽ ക്ലീൻ ചെയ്ത് നമുക്കിനി റെഡി ആയിട്ട് വേണം കുഞ്ഞെ സ്കൂളിൽ പോയിട്ട് വിളിക്കാൻ. അങ്ങനെ ഉച്ചയ്ക്കത്തുള്ള പണിയെല്ലാം കഴിഞ്ഞു. ഞാനും റെഡിയായി നേരെ കുഞ്ഞിയുടെ സ്കൂളിൽ വന്നു. മോളൂവിനെയും പിക്കപ്പ് ചെയ്തിട്ട് നമ്മളിവിടെ നിന്ന് നേരെ എയർപോർട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ നല്ല മഴ പെയ്തോട്ടോ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഒതുങ്ങി നിന്നിട്ടാട്ടോ വീണ്ടും ഞങ്ങളിതാ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരെ അമ്മയുടെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് റെഡിയായിട്ട് നേരെ എയർപോർട്ടിലേക്ക്. അങ്ങനെ കറക്റ്റ് സമയത്തിന് ഞങ്ങളെല്ലാം റെഡിയായിട്ട് ഞങ്ങളിതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത്തവണ ഞങ്ങൾ നല്ല ലേറ്റായിട്ടോ. കാരണം ഫ്ലൈറ്റ് വന്നിറങ്ങുന്നത് നമ്മൾ വന്നിറങ്ങുന്നത് ഏകദേശം ഒരേ ടൈമിലാണ്. ഈ എയർപോർട്ടിൻ്റെ അടുത്ത് എത്താറാകുമ്പോൾ തന്നെ നമുക്ക് ഫ്ലൈറ്റ് വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ കറക്റ്റ് ഒരു ഫ്ലൈറ്റ് വരുന്ന കേട്ടോ. പിന്നെ അത് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം അത് വിനീതൻ്റെ ഫ്ലൈറ്റ് അല്ലായിരുന്നു. അപ്പോൾ ഞങ്ങളിതാ ഇതിൻ്റെ പുറകിലെത്തിയപ്പോൾ വിനീതൻ്റെ ഫ്ലൈറ്റ് വരുന്നത് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെ ഇവിടെ എത്തി. ഇവിടെ ഇത് കാണിക്കുന്നുണ്ട് വിനീതൻ്റെ ഫ്ലൈറ്റ് വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ ഞങ്ങളിതാ കാത്ത് നിൽക്കുകയാണ്. അതൊക്കെ അങ്ങനെ ഞങ്ങളുടെ കളഞ്ഞു പോയത് ആ മുത്തിനൊക്കെ തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു മാസം പോകുന്നതേ അറിയത്തേയില്ല. അങ്ങനെ വിനീതണ്ണൻ പിക്കപ്പ് ചെയ്ത് ഞങ്ങളിതാ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അച്ചു വന്നില്ല കേട്ടോ. അതിനുവരെ ഞങ്ങളുടെ കാശിക്കുട്ടനുണ്ടായിരുന്നു. അങ്ങനെ നേരെ വീട്ടിലെത്തി ഞങ്ങളിതാ പെട്ടി പൊട്ടിക്കുകയാണ്. അപ്പോൾ രാജസ്ഥാനിലായതുകൊണ്ട് അതിൻ്റെ കുറച്ച് സ്പെഷ്യലൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എനിക്ക് അവിടുത്തെ സ്വീറ്റ് ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം ഞങ്ങൾ ഇത്തവണ വന്നപ്പോൾ രാജസ്ഥാനിലെ സ്പെഷ്യൽ സ്വീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മക്കളൊക്കെ കുറവായി ഡ്രസ്സായിരിക്കണം. ഇങ്ങനെ വെളിയിലൂടെ. അങ്ങനെ അൺബോക്സിങ് എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ വീടിനകത്തൊരു മിന്നാമിനിങ് വന്നു കേട്ടോ. പിന്നെ ലൈറ്റ് അണച്ചിട്ട് ഇതിൻ്റെ ഭംഗി നോക്കിക്കൊണ്ടിരുന്നിട്ട് നേരെ കിച്ചണിലോട്ട് പോയി. കാരണം വന്ന ഉടനെ തന്നെ നമുക്ക് സ്പെഷ്യൽ ഫുഡുകൾ ഇനി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ വന്ന ഉടനെ തന്നെ ആൾ പറഞ്ഞത് മസാല ദോശ വേണമെന്നായിരുന്നു. അപ്പോൾ ഞാൻ മാവ് ഞാനല്ല അമ്മ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. അപ്പോൾ നമുക്കിനി വന്നിട്ട് ആദ്യം ചെയ്യേണ്ടത് ഈ ഫ്രിഡ്ജ് മാറ്റുക എന്നുള്ളതാണ്. കാരണം നമുക്ക് വയ്ക്കാൻ സ്ഥലം ഒട്ടുമില്ല. അപ്പോൾ മസാല ദോശയ്ക്ക് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങും ഉള്ളിയെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ.
മസാല ദോശയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം ആ മസാല ഞാൻ എന്താ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പേ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയാത്തത്. അപ്പോൾ ആൾക്ക് ചൂടോടെ ദോശ ഇട്ട് കൊടുത്തതിന് ശേഷം, കാരണം നാളെ സൺഡേ ആണെങ്കിലും നമുക്ക് ഒട്ടും റെസ്റ്റില്ല. കാരണം ഞങ്ങൾ കുറേയേറെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് ഈ ഒരു മാസം ഞങ്ങൾക്ക് ഒട്ടും തികയത്തില്ല. അപ്പോൾ ഇതാ മസാലയെല്ലാം റെഡിയാക്കി എടുത്തു. ദോശയിൽ ആഡ് ചെയ്തതിന് ശേഷം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി നമ്മുടെ ട്രാവൽ വീഡിയോസ് ഇനിയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. പക്ഷേ ഇത്തവണ ഞാൻ കുറച്ച് വെറൈറ്റി നോക്കി വെച്ചിട്ടുണ്ട്. കൂടുതൽ ദൂരോട്ടൊന്നുമല്ല കേട്ടോ, നമ്മുടെ ഈ ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ അധികമൊന്നും ഞാൻ പോകത്തില്ല, ഏകദേശം ഒരു 2-3 സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. കാരണം കുഞ്ഞിക്ക് അവധിയൊന്നുമില്ലല്ലോ, സ്കൂളിലുണ്ടല്ലോ. അപ്പോൾ അധികം അവധി എടുക്കാനും പറ്റത്തില്ല, കാരണം ഇനി എക്സാമൊക്കെ വരുന്നതുകൊണ്ട് നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് ആയിരിക്കണം എന്നൊക്കെ കേട്ടോ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് യാത്രകളെല്ലാം ഇതിനകത്ത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ രാത്രിയിലത്തെ ഡിന്നർ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഇനി നമ്മുടെ അടുത്തടുത്ത വീഡിയോയിൽ വരും. പക്ഷേ ഞാൻ വീഡിയോ കറക്റ്റായിട്ട് ഇടണമെന്ന് വിചാരിച്ചാലും ചില കാരണങ്ങൾ കൊണ്ടാട്ടോ ഇങ്ങനെ ഡിലേ ആയിട്ട് പോകുന്നത്, വേറെ ഒന്നും കൊണ്ടില്ല. പക്ഷേ എത്ര ഡിലേ ആയിരുന്നാലും നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോസ് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.